ഹായ് ഗൈസ്, അപ്പം ഇന്നലെ നമ്മൾ ദുവാന്തർ ഫാൾസും അതിനോടനുബന്ധമായുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇന്നലെ സൂചിപ്പിച്ച പോലെ അതിന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ചൗസത് യോഗിനി എന്ന് പറയുന്ന ഒരു പുരാതനമായൊരു മോണുമെൻ്റാണ്. ആക്ച്വലി ഒരു പഴയ ഒരു അമ്പലവും അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് പോവാം. ദുവാന്തർ ഫാൾസിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ചൗസത് യോഗിനി ക്ഷേത്രത്തിലേക്ക്. അത് ഒരു മലമുകളിലാണ് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റിൽ ഒരു വാച്ച്മാനൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം മുകളിലേക്ക് പോവാൻ. അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട്. ആക്ച്വലി ഏതാണ്ട് 108 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ അതെല്ലാം കയറി മണ്ടല്. ഇതിപ്പോ ഒരു വേനലായോണ്ടാണ്, ഇല്ലെങ്കിൽ കുറെ കൂടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഒരു ഡിസംബർ ടൈമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുമായിരിക്കും ജബൽപൂർ. ആ ഒരു ടൈമിലായിരിക്കും ഇത് വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു ആംബിയൻസ് നല്ല രീതിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഒരു പഴയൊരു മോണുമെന്റ് കാണാൻ പോകുന്ന ഒരു വൈബൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് കയറി ചെല്ലാം. മേളിൽ ചെല്ലുമ്പോൾ ആക്ച്വലി നമ്മൾ കാണുന്നത് ഒരു നിരന്ന പ്രദേശം. അവിടെ സ്റ്റോണൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു പഴക്കം. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ നർമ്മദ റിവർ കാണാം. ചുറ്റുമതില് ആണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കിട്ടുന്നത്. അതില് ആ ഒരു കല്ലുകളിലൊക്കെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല പഴക്കമുള്ള ടെമ്പിളാണ്. ആക്ച്വലി 10th സെഞ്ചുറിയാണ് ഇത് ബിൽട്ട് ചെയ്തു എന്ന് കരുതപ്പെടുന്നത്. കാലാഞ്ചേരി രാജവംശത്തിന്റെ 10th സെഞ്ചുറിയിലെ രാജാവായ യുവരാജ് രണ്ടാമനാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ടെമ്പിൾ ആക്ച്വലി ഉള്ളത്. അതിന്റെ നടുക്ക് വേറൊരു മെയിൻ ഒരു ആർക്കിടെക്ചർ ഉണ്ട്. സെൻട്രലിലുള്ളതിന് ഗർഭഗൃഹ എന്നാണ് പറയുന്നത്. അവിടെ ആക്ച്വലി ശിവനാണ് പ്രതിഷ്ഠയായിട്ട് വന്നേക്കുന്നത്. എന്നാൽ ചുറ്റും ഉള്ള വർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു 10th സെഞ്ചുറിയിൽ ഇത്രയും നല്ല വർക്കുകൾ ചെയ്യാന്നൊക്കെ പറയുമ്പം അതിന്റെ ആ ഒരു മനോഹാരിതയൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം ഓരോ യോഗിനികൾ എന്നാണ് പറയുന്നത്. യോഗിനികളുടെ കല്ലുകളിലും കൊത്തിവെച്ചേക്കുന്ന ശില്പങ്ങളാണ് നമുക്ക് കാണാൻ കിട്ടുക. ഒരുപാട് ശില്പങ്ങളുണ്ട്. ഏതാണ്ട് 64. ചൗസത്ത് എന്ന് പറയുമ്പോൾ 64 എന്നാണ് ആക്ച്വലി കൗണ്ട് വരുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 81ഓളം ശില്പങ്ങളുണ്ട്. ഗൂഗിൾ ചെയ്തപ്പോഴും അങ്ങനെ പറയുന്നത്. ചൗസത്ത് എന്ന് പറഞ്ഞാൽ 81ഓളം ശില്പങ്ങൾ ഉണ്ടെന്നാണ് ഗൂഗിൾ റിവ്യൂവിലും കാണുന്നത്. ഇത് കംപ്ലീറ്റഡ് എന്നല്ല, ഡിസ്ട്രോയിഡ് ആണ്. മുഗൾ ആക്രമണ കാലങ്ങളിലാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. ആക്ച്വലി ഇതൊരു വണ്ടറാണ്. നമ്മൾ ജബൽപൂർ പോലുള്ള സ്ഥലത്ത് വരുമ്പോൾ കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ്. കാരണം ഈ ഒരൊറ്റ സിറ്റി തന്നെ നമുക്കിപ്പം നർമ്മദ റിവറും അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളും കാര്യങ്ങളും അതിന്റെ താഴത്തെ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ചെയ്ത് പോവാൻ പറ്റും. വരുന്നൊരു ടൈം മാക്സിമം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു ടൈം നോക്കുവാണെങ്കിൽ ക്ലൈമറ്റ് നമുക്കൊന്നുകൂടെ നല്ലതായിരിക്കും. ചിലതൊക്കെ പൂർണ്ണമായി നശിക്കപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഭാഗികമായിട്ട് പോയിട്ടുണ്ട്. പൂർണ്ണമായ ശില്പങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷെ ഉള്ള ശില്പങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആർക്കിടെക്ചർ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. ഇങ്ങനത്തെ പുരാതനമായ മോണുമെന്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരത്തിലുള്ള വർക്കുകളാണ് എന്നെ കൂടുതൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരാനായി പ്രേരിപ്പിക്കുന്നത്. ഒത്ത നടുക്കായിട്ട് വരുന്നത് ശിവന്റെ ഒരു പ്രതിഷ്ഠയാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിലൊരു പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അകത്തേക്ക് കടന്നില്ല.
യുനെസ്കോയുടെ ടെംപ്ലേറ്റ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലൊക്കെ പെട്ട ഒരു ടെമ്പിൾ ആണ് ആക്ച്വലി ചൗസത്ത്. പോയി ഇരിക്കാൻ ഇപ്പൊ രാവിലെ സമയങ്ങളിലാണെങ്കിലും വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും ചെന്ന് സമയം ചെലവഴിക്കാൻ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പുറത്ത് പുറത്തിരിക്കാനാണെങ്കിലും നല്ലൊരു മരവും അത്രയും ഹൈറ്റിന്റെ മേളില് നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു ആംബിയൻസില് അകത്തെ സാമ്പ്രാണിത്തിരിയുടെയും ഒക്കെ മണമൊക്കെ കൊണ്ട് കുറച്ചു നേരം ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ആക്ച്വലി. ഇവിടെ വരുന്നവര് ഇതും കൂടെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക.